നമ്മളില്ലേ നമ്മളിവിടെ ഒരു ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ കവർ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഒരു പുതിയൊരു ലൈറ്റിൻ്റെ ഒക്കെ ഒരു ഷോപ്പ് ഇവിടെ ഉദ്ഘാടനം ഇട്ടിട്ട് LED ലൈറ്റിൻ്റെ ഒക്കെ അടിപൊളി ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഉദ്ഘാടനം കഴിഞ്ഞ് അപ്പോൾ ഇനി കുറച്ച് നേരം കൂടി ഉണ്ട്. കാരണം 10:30 ആകുമ്പോഴേ എൻ്റെ പപ്പിക്കുട്ടീനെ ട്യൂഷൻ ക്ലാസ് വിടാം. അപ്പോൾ ഇനി എന്തായാലും പപ്പീനെ കൊണ്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞങ്ങളിത് നമ്മുടെ മാളക്കുളത്തിനോട് പോയി കുറച്ചേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ മാളയുടെ ഹൃദയഭാഗത്ത് അതിമനോഹരമായൊരു കുളം ഉണ്ട് കേട്ടോ. മാളക്കുളം എന്നാണ് അതിൻ്റെ പേര്. എല്ലാവർക്കും അറിയാൻ പറ്റും, എന്നാലും അറിയാത്തവർക്കും കാണാത്തവർക്കും വേണ്ടിക്ക് ഞാനത് ഒരിക്കൽ കൂടി കാണിച്ചു തരാം കേട്ടോ. ആ കുളത്തിൻ്റെ ആ ഒരു പരിസരമൊക്കെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ചങ്കകളെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ, വാ. വല്ലാണ്ട് ചിരിക്കണ്ടെന്നു. അവിടെ ഒരു പോകണില്ല കണ്ട, നല്ല കളർ, ഡബിൾ കളറ്. അതിന്റെ ഇതല്ലത് അവിടെ അതിന്റെ ഒരു കൊമ്പ് പിടിച്ചാടി പൊന്നമ്മക്ക്. എന്തിട്ടടി നല്ല ഭംഗിയുണ്ട് കാണാൻ. ഭയങ്കര സാധനം എനിക്കറിയാം. ഒരു സാധനം അമ്മയുടെ അരികിലാണോ? എന്റെ ഞങ്ങളെ മമ്മൂക്ക ഫാൻസ് കണ്ണടച്ച് നടക്കൂല, മനസ്സിലായോ? അത് ഞാൻ കണ്ണടച്ചിട്ടില്ല, ഇതെന്റെ ഹെൽമെറ്റ് മേഖലതല്ലേ. മമ്മൂക്ക ഫാൻസിന് വേണ്ടിക്ക് സ്പെഷ്യലായിട്ട് പറഞ്ഞുണ്ടാക്കിയ ഹെൽമെറ്റ്. എന്റെ പൊന്നെ, അപ്പ് കണ്ടില്ല സാറിന്റെ വീട് നോക്കിട്ട്. മാളക്കുളത്തിൽ പോയി കിടന്നേനെ രണ്ടും കൂടി, തള്ളയും മോളും കൂടി നീന്തലൊടിച്ചതിനു. ഇതൊന്നും ഹമ്പ് നെയ്യ. അപ്പൊ നമ്മൾ മാളക്കുളത്തിന്റെ അവിടെ എത്തി. നമ്മള് ഒരു കാഴ്ച കാണിച്ചു തരാട്ടെ ഞാൻ നിങ്ങൾക്ക്. കട്ട് ചെയ്തോ. അപ്പൊ ചങ്കളെ നമ്മള് മാളക്കുളത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മള്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 1 മിനിറ്റ് ഇട്ടാ ചപ്പള ചിപ്പള ഈ ഹെൽമെറ്റ്. അപ്പൊ ചങ്കളെ ഞാൻ നിങ്ങൾക്ക് ഒരു കൂട്ടം കാണിച്ചു തരാട്ടാ. ഞങ്ങളുടെ മാളയില് പണ്ട് രാജീവ് ഗാന്ധി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ മാളക്കുളം ചിരിക്കല്ലേ, അയ്യോ സോറി, പണ്ടാറുടെ ആൾക്കാർ എനിക്ക് കുരിപ്പ. ട്രാൻസ്പോർട്ടിന്റെ ഹെൽമെറ്റ് കൊണ്ടുപോകുന്നു അങ്ങനെ. അപ്പൊ ചങ്കളത് മാളക്കുളത്തിന്റെ അവിടെയാണ്. മാളക്കുളം സ്ക്വയർ, രാജീവ് ഗാന്ധി സ്ക്വയർ എന്നോട് പറയാട്ടാ. അതായത് നമ്മുടെ രാജീവ് ഗാന്ധി വന്ന് ഇറങ്ങിയ സ്ഥലത്തോട്ട് നിങ്ങൾക്ക് പ്രസംഗിച്ച് കാണിച്ചു കൊടുത്തിരിക്കും. ആ സ്ഥലം കണ്ടോ, അത് പക്ഷെ നിറച്ചും എന്താ പറയാ, സൂമിങ് ഇല്ലേ, അത് നിറച്ചും എന്നിട്ട് പറയാം വലിയൊരു പാലം. ഇതല്ലേ പാലല്ല, അത് എന്തിട്ട് പറയടി അതല്ല ഇത്. ആ കണ്ട, ചക്കാലക്കൽ ഗോൾഡ് ലോൺ മറ്റേ എഴുതിച്ചിട്ടുണ്ട് അവിടെ. ഇത്രയും സൂമിങ് ഉള്ളൂ. ബസ് പോട്ടെ, നീ അത് പിടിക്ക്. അപ്പൊ ഇവിടെയാണ് രാജീവ് ഗാന്ധി വന്ന സ്ഥലം കേട്ടാ. ഇവിടെ നിന്നിട്ട് അച്ഛതൊക്കെ എനിക്ക് പറഞ്ഞോട്ടൊക്കെ. അപ്പൊ ഇവിടെ നിന്നിട്ടാണ് രാജീവ് ഗാന്ധി പ്രസംഗിച്ചത്. അന്നൊക്കെ ഞാൻ കുഞ്ഞാട്ടെ, കുട്ടിയാണ്. ഇവിടെയൊക്കെ വന്നത് കണ്ടിട്ടുണ്ടെന്ന്, ഓടി വന്ന് കണ്ടെന്നൊക്കെ ഉള്ളൊരു ഓർമ്മയൊക്കെ ഉണ്ട്. ഇനി അത് എൻ്റെ ഓർമ്മയാണോ എനിക്കല്ല, ഉണ്ട് വന്ന് കണ്ടതൊക്കെ ആയിട്ട് ഓർമ്മയുണ്ട് അന്ന്. ആരെ അപ്പം ഇനി മാളക്കുളം കാണിച്ചു കേട്ടോ. അപ്പം ഞങ്ങളുടെ രാജീവ് ഗാന്ധി വന്ന് ഇറങ്ങിയ സ്ഥലം ഇവിടെയാണ് കേട്ടോ. അതിനകത്താണ് ഇന്ന് പ്രസംഗിച്ചതൊക്കെ കേട്ടാ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടാ. അതെ, ഓർമ്മ തന്നെയാണ്. പക്ഷെ അതിപ്പോൾ ആരും ഇങ്ങനെ അത് ഭംഗിയിലൊന്നും സൂക്ഷിക്കാണ്ടൊക്കെയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അതൊക്കെ കെട്ടിയ ഒരു സ്മാരകം പോലെ അതൊക്കെ സൂക്ഷിക്കാമായിരുന്നു. പക്ഷെ അത് എന്തോ അറിയില്ല. ഞാനൊക്കെ ആണെങ്കിൽ അതൊക്കെ സ്മാരകമായിട്ട് കെട്ടി സൂക്ഷിച്ചേനേട്ടോ. കാരണം രാജീവ് ഗാന്ധി വന്ന സ്ഥലമല്ലേ, അതൊക്കെ നമുക്കൊരു എന്താ പറയുക, ഒരു നിധി പോലെയല്ലേ നമുക്ക്. ഞങ്ങൾ മാളക്കാർക്ക്, ഞാൻ മാളക്കാരിയാണ്. അപ്പോൾ എനിക്കതൊക്കെ ഒരു വലിയൊരു നിധി പോലെയായിട്ട് തോന്നണം കേട്ടാ. പക്ഷെ അവിടെ ഇപ്പം നിറച്ചും മറ്റേ എന്നിട്ട് പറയുക, ആൽമരം വളർന്ന് താഴ്ച കുഞ്ഞിതായിരുന്നു കേട്ടോ. അതിപ്പോൾ അത് ഭയങ്കരമായിട്ട് വലുതായി വലിയ മരമായിട്ട് വളർന്നു. ഒരു ഓർമ്മയ്ക്കാലും വരടിക്കട്ടെ. ആടി അവിടെ നിന്നിട്ടൊരു ഫോട്ടോ എടുത്താലോ? എന്തിട്ട് അവിടെ കേറാൻ പറ്റും? പിന്നെ പാടണം. അപ്പൊ മാളക്കുളത്തിന്റെ അടിക്കോ? ബാ
അപ്പൊ ചങ്കളെ നമ്മളുടെ ഈ ഒരു മാളക്കുളം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം പറയുന്നത് രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന പേരിലാണ് കേട്ടോ. അപ്പൊ ഇതേക്ക് കണ്ട ഏറ്റവും തണലുള്ള സ്ഥലമാണ് ഈ മാവിന്റെ ചോടിട്ടാ. അപ്പൊ ഇവിടെ മാത്രം ഒരു ബെഞ്ചില്ല ഇരിക്കാനായിട്ട്. അതെന്തത് അങ്ങനെ ചെയ്തേ പറ. ഇതിന്റെ ചോട്ടിലൊരു ബെഞ്ചിട്ടെങ്കിൽ എത്ര ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ബോധമില്ല ആർക്കാ? അപ്പൊ നമ്മളിപ്പോ ഇവിടെ വരാൻ കാരണം വേറെ ഒന്നല്ല, എന്റെ പപ്പിക്കുട്ടീനെ 10:30ക്കാണ് വീടുള്ളൂ ട്യൂഷൻ സെന്ററിൽ നിന്ന്. അപ്പൊ അതുവരെ നമുക്ക് കുറച്ചു നേരം ഇരിക്കാന്ന് വെച്ചിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങളിതൊന്ന് കാണിക്കാൻ കൂടി ആയല്ലോ. നേരത്തെ അപ്പുറത്തെ കൂടെ പോയത് കറങ്ങി കളിക്ക. താഴെ പണം കൊടുത്താ ചമ്മളം മടങ്ങിയിരിക്കാം. അതല്ല ഒരു ഊഞ്ഞാല കെട്ടണല്ലോ ഇവിടെ ഈ മരത്തുമ്പോ നല്ല രസം ഉണ്ടാവും അല്ലേ. ഇവിടെ ശരിക്കും ഒരു ബെഞ്ച് ഉണ്ടായിരുന്നില്ല. എന്ത് രസമായിരിക്കും പറയുമ്പോൾ, കാരണം നല്ല തണലുള്ള സ്ഥലം. എന്തൊരു ഭംഗി കാണാനായിട്ട്. അത് മാത്രം ചെയ്തില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു കസേരയുണ്ട്, സ്റ്റൂളുണ്ട് നമുക്ക്. അപ്പോൾ കാണിച്ചത് മാളക്കുളം കാണിച്ചത്. അപ്പോൾ ഇതാണ് ചങ്കകള് ഞങ്ങളുടെ മാളക്കുളം, നമ്മുടെ രാജീവ് ഗാന്ധി സ്ക്വയർ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അപ്പം മാളയുടെ ഹൃദയ ഭാഗത്താണ് ഞങ്ങളുടെ മാളയുടെ ഏറ്റവും ഒരു മനോഹരമായൊരു അല്ലേ, മാളയെ ഒന്ന് അധികം സുന്ദരിയാക്കുന്നൊരു സ്ഥലമുണ്ട് ഞങ്ങളുടെ മാളക്കുളം. ഈ ഒരു ഭാഗം ഹൃദയത്തിൽ നിറച്ച വെള്ളമാണ് ഗൈസ്. വെള്ളമുണ്ടല്ലോ നിറച്ച്. അതില് പറഞ്ഞേ ഹൃദയത്തിൽ നിറച്ചും എന്റെ ലിപ്സ്റ്റിക് ഇതിനെ ലിപ്സ്റ്റിക് മാളക്കൊള്ളം. അതെ എന്താന്നറിയില്ല, ഇത്തവണ ഇപ്പഴായി പിന്നെ വായന്നൊക്കെ സ്ലിപ്പായി എല്ലാം സ്ലിപ്പായി പോണു ചങ്കള്. പറഞ്ഞിട്ട് കാര്യമില്ല, വയസ്സായില്ലേ, പ്രായതിന്റെ ആയിരിക്കും പക്ഷേ. അപ്പൊ നമുക്ക് ഇത് നോക്കി ഓഫ് ചെയ്താലാ. അപ്പൊ ചങ്കളെ ഞങ്ങളപ്പോ ഇത് ഓഫ് ആയിട്ട് ഞാൻ കുറച്ചേരം ഞാൻ ഒരു ഫോട്ടോ ഒരു 2 വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്നാ എടുത്തരാം. അപ്പൊ ഞങ്ങൾ 2 ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പോവാൻ നിൽക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പൊ നമ്മള് മാളിലെ ഉദ്ഘാടനത്തിന് വന്നാണ് കേട്ടാ. നമ്മുടെ ഒരു എന്തൊക്കെ അതിന്റെ പേര് ഷോപ്പിന്റെ സ്മാർട്ട് ലൈറ്റിംഗ് സൊല്യൂഷൻ എന്നാണ് ഷോപ്പിന്റെ പേര്. അടിപൊളി ഷോപ്പാണ് കേട്ടോ. നല്ല LED ഫാൻസി ലൈറ്റുകളുടെ ഒക്കെ അടിപൊളി കളക്ഷൻസ് ആണ് അവിടെ ഉള്ളത്. അപ്പം എല്ലാവരും വരണോട്ടാ. പിന്നെ എന്താ പറയുക, നമ്മുടെ വീടുകളൊക്കെ അലങ്കരിക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ള നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ സെറ്റ് ലൈറ്റുകളിട്ട് നിങ്ങൊന്ന് വന്ന് പ്രാവശ്യം കാണിട്ടാ. കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനൊരു ലൈറ്റ് നോട്ടിട്ടുണ്ട്, ഒരു 1300 അങ്ങനെയാണ് അതിൻ്റെ വില. പക്ഷെ നല്ല ഭംഗിന്ന് കാണാനായിട്ട് ഇട്ടാക്കി. അതെന്തായാലും വാങ്ങിക്കണം ചങ്കളെ. അപ്പോൾ ഞാൻ എന്തായാലും വാങ്ങിക്കും. അപ്പോൾ ഒക്കെ ചങ്കള. അപ്പോൾ എല്ലാവരും നമ്മുടെ ഷോപ്പ് ഒന്ന് സന്ദർശിക്കാൻ മറക്കണ്ട കേട്ടോ. നമ്മുടെ മാളക്കാർ ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ പോന്നോട്ടാ. ഇന്ന് ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ ചങ്കളെ, നിങ്ങളുടെ സ്വന്തം ആൾക്കാർ റഹീമ കൊച്ച്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വട്ടം കാണാൻ ചങ്കളെ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചങ്കളെ. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയണത്. അപ്പോൾ നിങ്ങളിൽ ഒരാളായിട്ട്, നിങ്ങളുടെ ഫാമിലിയിലെ ഒരു അംഗമായിട്ട് എന്നെയും ചേർക്കണേ. ഓക്കെ, ടാറ്റാ.